ആഭിചാരം, മന്ത്രവാദം എന്നീ ദുരാചാരങ്ങൾ നിയന്ത്രിക്കണമെന്ന ആവശ്യത്തിൽ നിലപാട് മാറ്റി സർക്കാർ. നിയമനിർമ്മാണം പരിഗണനയിലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. നിയമനിർമ്മാണം നടത്തില്ലെന്ന് നേരത്തെ സർക്കാർ നിലപാട് സ്വീകരിച്ചിരുന്നു. ലീഗൽ കറസ്പോണ്ടന്റ് ഷബ്ന സിയാദ് നമുക്കൊപ്പം ചേരുകയാണ്. ഷബ്ന, വളരെ പുരോഗമനപരമായ നിലപാട് എടുത്തുകൊണ്ട് ഈ ആഭിചാരം, മന്ത്രവാദം, ദുർമന്ത്രവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കും എന്നുള്ളതാണ് നേരത്തെ വിവിധ കേസുകൾ, പ്രത്യേകിച്ച് ഇലന്തൂർ നരബലി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാട്. അതിൽ നിന്ന് മാറ്റം വരുത്തി സർക്കാർ എന്നുള്ളതാണ് കഴിഞ്ഞ തവണ കോടതിയിൽ നൽകിയ സൂചനകൾ, അല്ലെങ്കിൽ നിയമനിർമ്മാണം പരിഗണനയിലില്ല എന്നുള്ള സൂചനകൾ. ഇപ്പോൾ ആ നിലപാട് വീണ്ടും മാറ്റുകയാണ് അല്ലേ? തീർച്ചയായും സർക്കാർ ഇന്നിപ്പോൾ കോടതിയിൽ അറിയിച്ചിട്ടുള്ളത് ഇത് ബില്ല് ഉടൻ പാസ്സാക്കും എന്ന് തന്നെയാണ്. നിയമനിർമ്മാണം നടത്തും എന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുമ്പോൾ സർക്കാരിൻ്റെ നിലപാട് ഇത്തരത്തിൽ നിയമനിർമ്മാണം നടത്തേണ്ടതില്ല എന്നായിരുന്നു. കേരള യുക്തിവാദി സംഘമാണ് ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഇവർ പറഞ്ഞിരുന്നത് ജസ്റ്റിസ് KT തോമസ് കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ദുരാചാരങ്ങൾ, മന്ത്രവാദം, ആഭിചാരം അടക്കമുള്ള സംഭവങ്ങൾ നിയന്ത്രിക്കുന്നതിന് നിയമനിർമ്മാണം വേണം എന്നായിരുന്നു. നിലവിലെ നിയമപ്രകാരം ഇത്തരം ഒരു നിയമനിർമ്മാണം നടത്തിയാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഇത്തരം നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റൂ എന്ന് കമ്മീഷൻ റിപ്പോർട്ടുണ്ടായിരുന്നു. ഈ കമ്മീഷന്റെ റിപ്പോർട്ട് വന്ന് നിരവധി വർഷങ്ങൾക്ക് ശേഷവും സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു നിയമനിർമ്മാണത്തിന് ശ്രമിക്കുന്നില്ല എന്ന ആരോപണമായിരുന്നു ഹർജിക്കാർ ഉന്നയിച്ചിരുന്നത്. ഇതിനെ തുടർന്നാണ് കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടത്. കോടതി സർക്കാരിനോട് ഇത് സംബന്ധിച്ച നിലപാട് ആവശ്യപ്പെട്ടിരുന്നു. ആദ്യഘട്ടത്തിൽ സർക്കാർ ഇത്തരത്തിൽ നിയമനിർമ്മാണം നടത്താം എന്നറിയിച്ചിരുന്നെങ്കിലും പിന്നീട് ഈ ഹർജി പരിഗണിച്ചത്, അതായത് കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിക്കുമ്പോൾ നിയമനിർമ്മാണം പരിഗണനയിലില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചു. കാരണം ഇത് അന്ധവിശ്വാസം എന്നത് സംബന്ധിച്ച് അതിൻ്റെ നിർവചനത്തിൽ തന്നെ വലിയ വ്യത്യാസങ്ങൾ വരും. അത് ഒരാളുടെ വിശ്വാസം, ചിലർക്ക് അന്ധവിശ്വാസമാകാം, അത്തരത്തിലുള്ള വലിയ ഒരു കോംപ്ലിക്കേഷൻ ഇതിനകത്ത് വരും എന്നതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ അത്തരം ഒരു നിലപാടിലേക്ക് പോയത്. എന്നാൽ കോടതി ചോദിച്ചത് ഈ ഇലന്തൂർ അടക്കം, ബില്ല് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇലന്തൂർ അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ എന്ത് നടപടിയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിന് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് വിശദമായി സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് കോടതിയെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നിപ്പോൾ ഏതായാലും നിയമനിർമ്മാണത്തിന് തന്നെ സർക്കാർ മുതിരുന്നു. അത്തരത്തിൽ ഒരു നിയമനിർമ്മാണം വേണം എന്നൊരാവശ്യത്തിൽ സർക്കാർ എത്തുന്നു എന്ന് ഇന്നിപ്പോൾ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, എന്തായാലും നിലപാട് മാറ്റിയിരിക്കുകയാണ്. ആഭിചാരം, മന്ത്രവാദം തുടങ്ങിയ അനാചാരങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിയമനിർമ്മാണം പരിഗണനയിലാണ്. ബിൽ ഉടൻ പാസ്സാക്കുമെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. താങ്ക് യു. ഷബ്ന സിയാദാണ് വിവരങ്ങൾ നൽകിയത്.